എനിക്ക് മടുത്തേ 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 ഈ വീട്ടുവേല എനിക്ക് മൊത്തം മടുത്തേ കൊല്ലംകാരി സീതപ്പെണ്ണ് ഞാൻ വീട്ടുവേല ചെയ്യും പെണ്ണ് പുലർന്നാൽ പാതിരാവരെ അടിച്ചു കോരി തെച്ചു മിനുക്കി തൂത്തുവാരി അടിച്ചലക്കി ചോറ് വാർത്ത് കറി വെച്ച് അടിച്ച് ഇടിച്ച് പൊടിച്ച് വറുത്ത് നടുവൊടിഞ്ഞു വീണാലും എതിരൊന്നും പറയാതെ വേല ചെയ്യും പാവം പെണ്ണ് ഒരു വീട്ടിൽ ചെന്നപ്പോ തമ്മിലടി അമ്മയും മരുമോളും പോരാണെന്നേ മകനെ മയക്കിയെന്ന് അമ്മായിയമ്മ തള്ളയ്ക്ക് ഭ്രാന്തെന്ന് മരുമകളും അയ്യയ്യോ അയ്യയ്യോ എന്തൊരടി ഭീഷണി കേട്ടെന്റെ ചെവി പുഴുതേ വേറൊരു വീട്ടിലോ സംശയമാണേ ഭാര്യയ്ക്ക് സംശയം ഭർത്താവിനെ വേലക്കാരി പെണ്ണിവൾ കുളിച്ചൊരുങ്ങാൻ പാടില്ല കണ്ണെഴുതി പൊട്ടിട്ടാ തെറി വിളിക്കും ആണുങ്ങളെ മയക്കാൻ വന്നിരിക്കുന്നു എനിക്കച്ഛൻ തളർവാദ രോഗിയ കിടപ്പിലാണെന്നമ്മയും കുഞ്ഞനുജത്തിമാർ പഠിക്കുവാൻ പോകുന്നു പാടുപെടുന്നു ഞങ്ങൾ ജീവിക്കുവാൻ പുതിയൊരു വീട്ടിൽ വേലയ്ക്കു ചെന്നു ഞാൻ അവിടുത്തെ കാര്യം കഷ്ടമാണ് അതിസുന്ദരിയായ പാവം മരുമകൾ മൂശയായൊരു അമ്മായി അമ്മയും സ്ത്രീധന തുക ചൊല്ലി അമ്മയും മകനും പാടുപെടുത്തുന്നു പാവമ പെണ്ണിനെ ക്രൂരമായി അടിക്കാറുണ്ടവർ ഭക്ഷണം നൽകാതെ പൂട്ടിയിടും അവരാ സാധുവിനെ ഒരു ദിനം അമ്മായി അമ്മ വന്നു ഒരു ഗ്ലാസ് പാലന്റെ കയ്യിൽ തന്നു പരിഭ്രമത്തോടെ പറഞ്ഞവരെന്നോട് കൊണ്ടുകൊടുക്കുക മൂദേവിക്ക് സംശയമില്ലാതെ ചതിയെന്തെന്നറിയാതെ പാലുമായി ഞാനാ മുറിയിലെത്തി തളർന്നു കിടക്കുന്ന പാവം പെണ്ണിന് പാലു കൊടുത്തു ഞാൻ തിരിച്ചിറങ്ങി അലറുന്ന ശബ്ദം ഭരണപരാക്രമം വാതിൽ തുറന്ന് ഞാൻ കണ്ട കാഴ്ച മുരയും പതയും വന്ന് കണ്ണുകൾ മിഴിച്ച് തലതല്ലി നെഞ്ചുപൊട്ടി മരിക്കുന്നൊരാ പെണ്ണ് അലമുറയിട്ടോടിയെത്തി അമ്മായി അമ്മ നെഞ്ചത്തടിച്ചു പറഞ്ഞു പൊന്നുകക്കാൻ വേലക്കാരി എന്റെ മോളെ വിഷം കൊടുത്തു കൊന്നേ സത്തയായി ഞാൻ ബോധം മറഞ്ഞു പോ ഉണർന്നപ്പോൾ ചുറ്റിനും പോലീസുകാർ കിട്ടിയൻ സഞ്ചിയിൽ നിന്ന് കൊന്നവർക്ക് കള്ളിയായി ഞാൻ കൊലപാതകിയായി അപമാനം താങ്ങുവാൻ കഴിയാതെ അച്ഛനും അമ്മയും കുഞ്ഞനുജത്തിമാരും കൂട്ടമായി വിഷം കഴിച്ച് മരിച്ചതും അറിഞ്ഞു ഞാൻ കാലു പിടിച്ചു ഞാൻ ഹേമാനോട് കരഞ്ഞു പറഞ്ഞു നടന്ന കഥയല്ല കൊണ്ടുവന്നവർ അമ്മയും മകനെയും മാറി മദ്യം ചെയ്തു ഉത്തരമേകാതെ കുഴഞ്ഞു പോയവർ ഒടുവിലായപ്പോൾ പറഞ്ഞു സത്യം പാലിൽ വിഷമിട്ട് പെണ്ണിനെ കൊന്നത് മറ്റൊരു കല്യാണം നടത്താനെന്ന്